ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ റെഡി ആയിട്ടില്ല. സാക്കിനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട് വെറുതെ പറഞ്ഞു കേട്ടോ. സാക്കിന് എന്തായാലും സ്കൂളുണ്ട്, അപ്പോൾ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലാതെ അവന് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ കറങ്ങാൻ പോകാനല്ല. അപ്പം ഞാൻ വേഗം മേക്കപ്പൊക്കെ ചെയ്ത്. ഇതെനിക്ക് ബാലു ബർത്ത്ഡേക്ക് വാങ്ങിച്ചിരുന്ന ഡ്രസ്സാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാലു എപ്പോഴും സെലക്ട് ചെയ്യണത് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യണത് അടിപൊളിയായിരിക്കും, കറക്റ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് പോകാൻ പോണേ. അപ്പോൾ അതൊക്കെ നമുക്ക് കുഞ്ഞായിട്ട് ഞാൻ ക്ലിപ്പിടാം. ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോണേ. അപ്പം നിങ്ങൾ എൻ്റെ സർപ്രൈസ് വ്ളോഗ് കണ്ടിട്ട്, എൻ്റെ അല്ല ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് കിട്ടിയ വ്ളോഗ് കണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് പെർഫെക്റ്റ് വീഡിയോ ഒന്നും അല്ല, പക്ഷേ അതെനിക്ക് മെമ്മറി ആയിട്ട് സൂക്ഷിക്കണം. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രഷ്യസ് ഗിഫ്റ്റാണത്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കൊളീഗ്സാണ് എനിക്ക് ഗിഫ്റ്റ് ആവുന്നത്. അത് ഇവിടത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവിശ്വാസികളല്ല, അങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. യെസ്, അവരത്ര ബിലീവേഴ്സ് അല്ല. അപ്പം എനിക്ക് മാതാവിൻ്റെ രൂപവും പിന്നെ കൊന്തയുമാണ് തന്നത്. അത് എനിക്ക് അത്ര പ്രഷ്യസാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു മാതാവിൻ്റെ ഭക്തയാണ്. ഭക്തയെന്ന് പറയാൻ കാരണം ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും മാതാവിനോടാണ് പറയണത്. ഈശ്വരനോടും പറയട്ടെ, ഈശ്വരനോടും പറയാതിരിക്കില്ല. അത് അത്രയും വിശ്വാസം എനിക്ക് വന്നത്. എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് എന്തെങ്കിലും വ്ളോഗിലൊക്കെ വിശേഷവും കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രാർത്ഥിച്ചിട്ട് തന്നെ കിട്ടിയേക്കണത്. അതേപോലെ കുറേ അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഞാൻ പള്ളിയിലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പോയി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. ബട്ട് അത്യാവശ്യം ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ നമുക്ക് പ്രാർത്ഥനയിലൊക്കെ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു വ്ളോഗിലിടാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം റെഡി ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് എടുക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ ഞാൻ ഇനി കണ്ടിന്യൂസ് ഒക്കെ വീഡിയോ എടുക്കാം, അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാമെന്ന്. അപ്പോൾ എനിക്ക് പറ്റണ പോലെ ഞാൻ കണ്ടിന്യൂസ് അങ്ങനെ വീഡിയോ ഇടാം. മേ ബി എനിക്ക് അങ്ങനത്തെ ശീലമില്ല, അല്ലെങ്കിൽ സംസാരിച്ച് വീഡിയോ എടുക്കണം. അങ്ങനത്തെ സംസാരിച്ച് വീഡിയോ എടുക്കണവരൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കണത്. എനിക്ക് ഞാൻ അത്രയും ഇങ്ങനെ മേ ബി ഇതേപോലെ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ സെറ്റാവുമായിരിക്കും. അപ്പം ഞാൻ വേഗം മേക്കപ്പ് ചെയ്യട്ടെ. മേക്കപ്പ് ഞാൻ അത്യാവശ്യം നല്ലോണം ചെയ്യണുണ്ട്. കാര്യം എനിക്ക് നല്ല സുന്ദരിയായിട്ടിരിക്കട്ടെ ഞാൻ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം. സോ ഞാൻ റെഡിയായി. ഇനിയിപ്പം പുറത്ത് പോകണേന് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഡൺമാർക്ക് എന്ന് പറഞ്ഞൊരു പ്ലേസ് വന്നിട്ടുണ്ടാണ്. ഇവിടെ കുറേ ഷോപ്സും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഷോപ്പിങ്ങിനും പോകണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം. കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. നല്ലോണം വിശക്കുന്നുണ്ട്. പൊതുവേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറില്ല, പക്ഷെ ഇന്നെന്തോ നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം എടുക്കാം, ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. നല്ല രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ആട്ടോ. ഞാനപ്പം എനിക്ക് അങ്ങനെ പൊതുവേ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പം അധികം ആളുകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലങ്ങളെല്ലാം കാണിക്കാമെന്ന്. എല്ലാം ഷൂട്ട് ചെയ്യണം. ഞാൻ ഒരു കാര്യം മിസ്സായിപ്പോയി. എനിക്ക് അങ്ങനെ സർപ്രൈസസോ ഗിഫ്റ്റോ തരാൻ അങ്ങനെ കുറേ പേരൊന്നുമില്ല. എനിക്ക് അങ്ങനെ കിട്ടാറുമില്ല. പിന്നെ ഗിഫ്റ്റ്സിനോട് എനിക്ക് അത്ര ഭയങ്കര വേണം അങ്ങനെ ഒരു വ്യക്തിയല്ല കേട്ടോ ഞാൻ. പിന്നെ ഇന്നലെ 14-ാം തീയതി കേട്ടോ ഡിന്നർ. 15-ാം തീയതിയാണ് ബർത്ത്ഡേ എങ്കിൽ 14-ാം തീയതി സർപ്രൈസായിട്ട് എനിക്ക് ഗംഗ എൻ്റെ ഫ്രണ്ടാണ് സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് തന്നായിരുന്നു. അതൊക്കെ ഒരുപാട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ, എനിക്ക് 2 ബ്രാൻഡ് കുറച്ച് കുട്ടി ഗിഫ്റ്റ്സും തന്നായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കില്ല. കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും പിന്നെ ഒരു ക്യൂട്ട് കേക്കിൻ്റെ ഒരു ടോയ് പോലത്തെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതും അങ്ങനെ എനിക്ക് ഗിഫ്റ്റ്സ് കിട്ടി. പിന്നെ ബാലു, പിന്നെ എൻ്റെ വർക്ക് പ്ലേസ് ചെയ്യുന്ന ഫ്ലവേഴ്സ്, ചോക്ലേറ്റ്സ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത്രയൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്നെ കുറേ പേര് വിഷ് ചെയ്ത്, എന്നെ അറിയാത്ത ആൾക്കാർ വിഷ് ചെയ്ത് ഫ്രം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ അതേപോലെ യൂട്യൂബിലും എനിക്ക് വിഷസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ താങ്ക് യു. എന്താണ് റിപ്ലൈ എനിക്ക് കൊടുക്കാൻ പറ്റാത്തവർക്കും താങ്ക് യു. പക്ഷേ ഞാൻ കുത്തിയിരുന്ന് റിപ്ലൈ കൊടുക്കട്ടെ. ബിസി അല്ലാത്തത് ഇപ്പോൾ മോർണിംഗ് ആയതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ. നമുക്കിങ്ങനെ എല്ലാ സ്ഥലത്തും ഇതാണ് കോസി മാലുവിൻ്റെ വർക്ക് പ്ലേസ്, മാലുവിൻ്റെ റെസ്റ്റോറൻറ്റ്. മാലു ഷെഫാണ്, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സോ നൈസ് അല്ലേ, നല്ല രസം ഇത് കാണാകത്തൊക്കെ കുറേ. വാവ് നൈസ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ അടുത്ത വ്ളോഗായിട്ട് വരാം. സോ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫീനേക്കാളും. അപ്പം ഞാൻ എവിടെ പോയാലും ഹോട്ട് ചോക്ലേറ്റായിട്ട് ഓർഡർ ചെയ്യണത്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ എനിക്ക് ഇതേപോലെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ചായിട്ട്, അല്ലാതെ എപ്പോഴും ഞാൻ പകുതി ഇട്ടിട്ട് പകുതി മറന്നു പോകും. പക്ഷെ എന്നാലും ബെറ്റർ ആയിട്ട് എടുക്കുന്നത് പോസ്റ്റ് അടിച്ചിരിക്കണേ കാര്യം. ബാലു ഷോപ്പിങ്ങിൽ കയറിയപ്പം എന്നെ സംബന്ധിച്ചാണ്, ഞാനൊരു ഷോപ്പിൽ കയറിയാൽ പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കും, പെട്ടെന്ന് തന്നെ ഇരിക്കും. പക്ഷെ ബാലു എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പിലും കയറി എല്ലാം ഇങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യും, കുറേ സമയം എടുക്കും. ഞാൻ പെട്ടെന്ന് തന്നെ ഇവിട്ടെ, അതുകൊണ്ട് ഞാനാണ് എപ്പോഴും പോസ്റ്റ് ആവുന്നത്. ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കണം. പിന്നെ ഞാൻ എനിക്ക് ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഞാൻ ഒരു ന്യൂ ബാലൻസ്, ഇപ്പോൾ ഷൂസ്, പിന്നെ ഒരു പേഴ്സ്, സ്പെക്സ്, പിന്നെ ഇപ്പോൾ ഒരു ചെരുപ്പൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. അതൊന്നും ഞാൻ കാണിക്കണമെന്നില്ല. എനിക്കിങ്ങനെ അത് ഞാൻ കാണിക്കാൻ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്കിനി എന്തിനാ വെറുതെ നമ്മളതൊക്കെ കാണിച്ച് എടുക്കാം. പിന്നെ ഒരു സ്കേർട്ട് ഇടാത്തതാണ്, പക്ഷേ സ്കേർട്ട് വാങ്ങിച്ചു. ഞാൻ അതിനൊരു ടോപ്പ് എടുക്കുക കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഷൂസ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, ഒരു സൺഗ്ലാസ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് എനിക്ക് പേഴ്സണലി ഇത്ര നല്ലതില്ലായിരുന്നു. കാര്യം നമ്മളിവിടെ യൂസ് ചെയ്യുള്ളൂ, ഷൂസാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സമ്മർ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അതങ്ങനെ എനിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തു. നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യണമല്ലോ, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണേ, നമ്മൾ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ എടുത്ത്, അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാത്തവർ സ്വന്തം ഗിഫ്റ്റ് ചെയ്യാം, അതൊരു സന്തോഷം, പ്രത്യേക സന്തോഷം കിട്ടും. പിന്നെ ബാലു എൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഞാനിവിടെ കാണിക്കാം കേട്ടോ. ഞാൻ അപ്ഗ്രേഡഡ് അല്ലായിരുന്നു, ഞാൻ iPhone 14 Pro Max ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ മിക്കതും ബാലുവിൻ്റെ ഫോണിലായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാലുവിൻ്റെ 17 Pro Max ആയിരുന്നു. അപ്പം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതെനിക്ക് ആവശ്യമുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി. അതും ഭയങ്കര ഈസ്തറ്റിക്, ലാവൻഡർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത്, ഞാൻ എപ്പോഴും കുറച്ച് അത്യാവശ്യം വലിയ സ്ക്രീനിലാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടാണ്, അത് കൊള്ളാം. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഷോപ്പ് ചെയ്തെന്ന് ഓരോന്ന് എടുത്ത് കാണിക്കാഞ്ഞത്, ഞാൻ എപ്പോഴും നല്ല രസമുണ്ട്. ഷോപ്പിൽ പോകുമ്പം എനിക്കിങ്ങനെ അപ്പം തന്നെ ഇങ്ങനെ ഇതും കൊള്ളാം. സോറി ഇവിടെ എന്നെ കാണിക്കണമായിരുന്നു. ഞാനിവിടെ ബോർഡടിച്ച് പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കണമുണ്ട്. അവിടെ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്യണമായിരുന്നു. എനിക്ക് പക്ഷേ രണ്ടും ഇഷ്ടമായി. അപ്പം ബാലുവിനും ഷോപ്പ് ചെയ്യാനായിരുന്നു, എനിക്ക് മാത്രമല്ല ബാലുവിനും ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞങ്ങൾ സംസാരിച്ചിട്ട് ഈ വീഡിയോ ഒന്നും കൂടി കണ്ടിന്യൂ. നല്ല ഫുഡായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ല ഫുഡായിരുന്നു. ഇപ്പോഴും വിശക്കുന്നുണ്ട്. ഞങ്ങള് എന്ത് സാധനം വാങ്ങിച്ചു? അതല്ല, ഇപ്പൊ എന്താ വാങ്ങിച്ച? എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കൊരു മനസ്സിലായില്ല ഒരു സാധനവും. എന്തായാലും കഴിക്കാം. വിശക്കണ. ഇനി സാക്കിനെ പോയി വിളിക്കണം. ഇവിടെ മഴയാണ്. എന്താ സ്പ്രിങ്, 2 ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്ന് നല്ല മഴയാണ്, ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് അത്യാവശ്യം നല്ലോണം ഷോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തിട്ടുണ്ട്, ആലിന് വേണ്ടി ഷോപ്പ് ചെയ്ത്, എനിക്ക് വേണ്ടി ഞാൻ കുറേ ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചു, അത്യാവശ്യം മേക്കപ്പും എല്ലാം എനിക്ക് വേണ്ടി വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണേ. എനിക്കിങ്ങനെ വ്ളോഗ് ഇങ്ങനെ എന്താ ഷോപ്പ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഷോപ്പും ചെയ്യും. ഇങ്ങനെ ഞാൻ മറന്നു പോയതല്ല, ഇന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മറന്നു പോവും. പിന്നെ എനിക്കിങ്ങനെ ഒരു കംഫോർട്ട് ഉണ്ടാവില്ല ഇപ്പോൾ ഷോപ്പ് ചെയ്യുമ്പം വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ പയ്യെ ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം. അപ്പം അങ്ങനെ
എല്ലാം ഞാൻ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗിഫ്റ്റ് അല്ലെങ്കിൽ എനിക്ക് വാങ്ങിച്ച സംഭവങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. അപ്പം അതെൻ്റെ ഇങ്ങനെ ഓരോ പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ കാണാം നിങ്ങൾക്ക്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ചെക്കൗട്ട് ചെയ്യാൻ എൻ്റെ പേജ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്യാതെ എന്നെ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യണേ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ യൂട്യൂബ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. യൂട്യൂബ് എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ ഫോളോ ചെയ്താൽ മതി, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. എന്താണെന്നറിയില്ല. അത് ശരിയാട്ടോ, അറിയണവർ പോലെ എന്നെ വേണ്ട, എന്നാലും കുഴപ്പമില്ല. എനിക്ക് എന്നെ അറിയാത്ത ആൾക്കാരാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ അറിയാത്ത ആൾക്കാരെ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തേക്കണത്. ഇപ്പം ഇത്രയെങ്കിലും എനിക്ക് എന്താ ഒരു കൊളാബും കാര്യങ്ങൾ അങ്ങനത്തെ വലിയ വളർന്നില്ലെങ്കിലും ചെറുതായിട്ട് ഞാൻ അതിലൊരു എന്താ വളർച്ച എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നെ അറിയാത്ത കുറേ പേരാണ്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാര്യം എന്നെ സംബന്ധിച്ചോളം എന്നെ അറിയണ ആൾക്കാർ എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെനിക്ക് ഒരു 100% ഇട്ട് പറയാം. കാര്യം ഞാൻ ഒറ്റക്ക എന്താ കഷ്ടപ്പെട്ടെന്നല്ല പറയണത്. അതിന് ഞാൻ അത്രയും ക്ലോസ് ചെയ്തതാണ്. ഞാൻ അത്രയും താങ്ക്ഫുള്ള്. എന്നെ ഇതുവരെ അറിയാത്തവർ കുറേ താങ്ക് യു. പിന്നെ എനിക്ക് കുറേ കോമൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ അപ്പം തന്നെ എനിക്ക് റിപ്ലൈയും തരാറുണ്ട്. അതെല്ലാം അൺനോൺ, ഇതുവരെ കേൾക്കാത്ത കുറേ പേരുകളാണ്. അവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. എൻ്റെ ജെന്യുവനായിട്ട് ഞാൻ ചെയ്യണ റിവ്യൂസും എല്ലാം യൂട്യൂബിൽ ചെയ്യണ റിവ്യൂസും കാര്യം കൊളാബ് ഒഴിച്ചിട്ട് ഞാൻ ചെയ്യണ അത് ഓരോ വീഡിയോസിനും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക് യു. പിന്നെ എനിക്ക് കുറേ എന്തൊക്കെയോ പറയണം എന്നുണ്ട്, പക്ഷേ വേർഡ്സോ ഒന്നും കിട്ടണില്ല സത്യം പറഞ്ഞാൽ. അപ്പം എൻ്റെ എല്ലാ ബർത്ത്ഡേനേക്കാളും ഈ ബർത്ത്ഡേ എനിക്ക് സ്പെഷ്യൽ തന്നെ ഇരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മാതാവിന് ഗിഫ്റ്റ് കിട്ടിയത്, പ്രഷ്യസ് ഗിഫ്റ്റ് കിട്ടിയ ഒരു ദിവസമാണ്, അല്ല ഒരു ബർത്ത്ഡേ ആണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഇവിടെ മെസ്സാണ്, ഒന്നും ശരിയാ. നോർമലി ഇവിടെ മെസ്സായിട്ട് കിടക്കാറില്ല. കാര്യം ബാലു ഭയങ്കര ക്ലീനാക്കി വെക്കണ ഒരു വ്യക്തിയാണ്. ക്ലീൻ അല്ലെങ്കിൽ ബാലുവിന് ദേഷ്യപ്പെടും, ആകെ ദേഷ്യപ്പെടുന്ന കാര്യം ക്ലീൻ അല്ലെങ്കിലാണ്. അപ്പം ഇന്ന് കുറച്ച് മെസ്സാണ്. കാര്യം ഞങ്ങൾക്ക് സമയം ഉണ്ടായില്ല. ഇത് ഉച്ചക്കത്തെ ഫുഡാണേ, ടൈം ഉണ്ടായില്ല. എനിക്ക് വേഗം കഴിച്ചിട്ട് ഇനി സാക്സിന് വിളിക്കാൻ പോകണം. കാര്യം എപ്പോഴും ബാലുവ വിളിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കണേണ്. ചോറും ചിക്കൻ കറിയുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചക്കൊക്കെ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. ആകെ തിരക്കായി പോയി, കുറച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ ടയർഡ്, എൻ്റെ ഫേസ് ഉണ്ട്, ആകെ ടയർഡാണ് ഞാൻ. ചാക്ക് വന്നു, സ്കൂളിലൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇനി പ്രാർത്ഥിച്ചിറങ്ങി. ഇപ്പം തന്നെ ഇവിടെ 12 മണി നൈറ്റായി. അപ്പം നാളെ ബാലുവിന് വർക്കുണ്ട്. എനിക്ക് വർക്കില്ല കേട്ടോ, എനിക്ക് സാറ്റർഡേ സൺഡേ വർക്കില്ല. ഫുഡൊക്കെ കഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കിടക്കും. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഇനിയും ഞാൻ കൂടുതൽ പയ്യെ കൂടുതൽ എടുക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും ഞാൻ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടാട്ടോ ഞാൻ കിടക്കണത്. മേക്കപ്പ് ഇട്ട് കിടക്കാറില്ല. അപ്പോൾ അത് ഞാൻ ഇത്ര ഉണ്ടായുള്ളൂ കേട്ടോ ഈ ഒരു കുട്ടി വീഡിയോ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒരു വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ.